ഹലോ കുട്ടൻ ടാഗ്. ഞങ്ങളിപ്പോൾ ബാംഗ്ലൂരാണ് കേട്ടോ ഉള്ളത്. ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണിത്. പക്ഷേ ഈ ബാഗും നോക്കി ഇപ്പോൾ പോകുന്നത് മറ്റൊരു ലക്ഷ്യത്തിലേക്കാണ്. വൺ കനോട്ട് തിങ്ക് വെൽ, ലവ്സ് വെൽ, സ്ലീപ്പ് വെൽ ഇഫ് വൺ ഹാസ് നോട്ട് ഡൈൻഡ് വെൽ എന്നാണല്ലോ. അപ്പോൾ നല്ലൊരു ഭക്ഷണം കഴിക്കാനാണ് ഈ യാത്ര. ഇപ്പോൾ റീൽസിലൂടെയൊക്കെ ഫേമസ് ആയ രാമേശ്വരം കഫേ, അങ്ങോട്ടായിരുന്നു ഞങ്ങളുടെ യാത്ര. ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മെനു ഡിസ്പ്ലേ ചെയ്തതുകൊണ്ട് തന്നെ വളരെ ഈസിയായി ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റി. ഇതാണ് ടീ ആൻഡ് കോഫി കൗണ്ടർ. ആദ്യം തന്നെ മധുരം കുറച്ച് സ്നേഹം കൂട്ടി 2 മസാല ചായ തന്നെ വാങ്ങിച്ചു. ആംബിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡിവോഷണൽ വൈബ് തന്നെ. ആദ്യം തന്നെ എത്തിയത് ബട്ടർ ഗീ പൊടി മസാല ദോശയായിരുന്നു. കൂടെ 2 കളർഫുൾ ചട്നിയും സാമ്പാറും. അടുത്തത് ഇഡ്ഡലി ഐറ്റംസ് ആണ്. ഗീ പൊടി ഇഡ്ഡലി ചട്നി. അതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഗീ പൊടി ഇഡ്ഡലി ആയിരുന്നു. ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ഈ സ്പൈസി പൊടിയും ഗീയും ഒക്കെ ഇതിനൊരു ഇറസിസ്റ്റബിൾ ടേസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇതാണ് ഇഡ്ഡലി ചട്നി. ഇതും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ഇഡ്ഡലി. പിന്നെ മസാല ദോശയൊക്കെ ഭയങ്കര ക്രിസ്പി ആയിരുന്നു. രാവിലത്തെ ഭക്ഷണം കഴിച്ച് പോയ ഞങ്ങൾ ഉച്ചയായപ്പോൾ രാമേശ്വരം കഫേൻ്റെ തന്നെ മറ്റൊരു ഔട്ട്ലെറ്റിലേക്ക് പോയി. ഇത് അവരുടെ തന്നെ JP നഗറിലുള്ള ഔട്ട്ലെറ്റാണ്. നല്ല ടൊമാറ്റോ റൈസും രസം റൈസും സാമ്പാർ വടയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. 3 ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഡെസേർട്ടും സാലഡും ഒക്കെ ഓർഡർ ചെയ്തു. ഇതാണ് ഫേനി വിത്ത് ബദാം മിൽക്ക്. പിന്നെ നമ്മുടെ ഗുലാബ് ജാമുൻ. ഇതാണ് ദാഹിവട, തൈര് വട എന്നും വിളിക്കാം. ഇത് അന്നത്തെ സ്പെഷ്യൽ സാലഡായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മാത്രം കഴിച്ചു പോകുന്നവരും അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ഫേനി വിത്ത് ബദാം മിൽക്ക്. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ. ഗുലാബ് ജാമുനും ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് JP നഗറിലുള്ള അവരുടെ ഔട്ട്ലെറ്റിൽ നിന്നാണ്. ഇവിടെ ഡിസ്പ്ലേയിൽ മെനുവും പിന്നെ അവിടുത്തെ റെസിപ്പീസൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാൻ ഭയങ്കര സിമ്പിളായിരുന്നു. രാവിലെ ഈ പൊടി ഇഡ്ഡലി മാത്രമാണ് കഴിച്ചത്. പക്ഷെ അത് ഭയങ്കര ഫില്ലിംഗ് ആയിരുന്നു. പിന്നെ മസാല ടീയും. ഇതെല്ലാം കഴിച്ച് ഞങ്ങൾ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യത്തിലേക്ക് വീണ്ടും യാത്ര തിരിച്ചു.